അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാതി വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. സത്യ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച 1-2 സഹോദരന്മാരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി വിട്ടുപിരിഞ്ഞ 2 സഹോദരങ്ങളുടെ ബന്ധുക്കൾ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ വിശ്വാസികൾക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാൾ കുറച്ച് ഇങ്ങോട്ട് കയറിയിരുന്നാല് പിന്നീട് വരുന്ന ആൾക്ക് സൗകര്യമാണ്. വാതിലൂടെ ഫുള്ളാകുമ്പോൾ മേൽപോട്ട് കയറി പോകും. ആ ഭാഗം ഒഴിച്ചിട്ട് പിന്നെ വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കാൻ സൗകര്യമാകും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 70-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബകളിലെല്ലാം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദാ ഖദറാണ് ലോകത്തെ ഏതു മേഖലയിലും ഏതു കാര്യങ്ങളിലും എല്ലാം അടിസ്ഥാനമായി വർത്തിക്കുന്നത്. ആ ഖദായിൽ തൃപ്തിപ്പെടുക എന്നത് ഈമാനിന്റെ പൂർത്തീകരണമാണ്. അല്ല, ഈമാൻ ശരിയാവാൻ അനിവാര്യമായി ഉണ്ടാകേണ്ട കാര്യം തന്നെയാണ്. പ്രഗത്ഭനായ സ്വഹാബി വര്യൻ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ മകൻ വലീദ് വാപ്പയോട് പറയുന്നു, വാപ്പ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം, ഔസിനി, വല്ല വസിയത്തുമുണ്ടെങ്കിൽ നൽകണം, എന്റെ കാര്യത്തിൽ പ്രത്യേകമായി താങ്കളുടെ ശ്രദ്ധ വേണം, ഒരു വസിയത്ത് വേണമെന്ന് വലീദ് ഇബ്നു ഉബാദ വാപ്പയായ സ്വഹാബിയായ ഉബാദത്ത് ഇബ്നു സ്വാമിത്തിനോട് ആവശ്യപ്പെടുമ്പോൾ മരണാശയ്യനായി കിടക്കുന്ന വാപ്പ പറഞ്ഞു, അജ്ലിസൂനി, എന്നൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ എല്ലാവരും കൂടെ എഴുന്നേൽപ്പിച്ചിരുത്തി. അദ്ദേഹം, യാ ബുനയ്യ ഇന്നക ലൻ തജിദ തുഅമൽ ഈമാൻ, എന്റെ പൊന്നുമോനെ, ഈമാനിന്റെ മാധുര്യം എനിക്ക് അനുഭവിക്കണമെങ്കിൽ വലൻ തബ്ലുഗ ഹഖീഖത്തൽ ഇൽമി ബില്ലാഹ്, പടച്ച റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനായി മാറണമെങ്കിലും ഈ താഴെ പറയുന്ന കാര്യം നിന്നിൽ അനിവാര്യമാണ്. അഥവാ ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, നീ ഖദറിൽ വിശ്വസിച്ചെങ്കിലല്ലാതെ, ഖൈറും ശർറുമായ ഖദറിൽ നീ വിശ്വസിച്ചെങ്കിലല്ലാതെ നിനക്കൊരിക്കലും ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനാവില്ല, പടച്ച റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞവനായി മാറുകയുമില്ല. അതാണ് സ്വഹാബിയായ വാപ്പ മകൻ നൽകിയ വസിയ്യത്ത്. മകൻ ചോദിച്ചു, വാപ്പ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഖദാഇൽ, ഖൈറും ശർറുമായ ഖദറിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വാപ്പ വിശദീകരിച്ചു കൊടുത്തു, തഅലം അന്നമാ അഖ്തഅക ലം തകുൽ യുസീബക, നിന്നെ ബാധിക്കാതെ പോയ ഏതൊരു കാര്യവും അത് നിന്നെ ബാധിക്കാൻ ഉള്ളതായിരുന്നില്ല എന്ന് എനിക്ക് ബോധ്യം വേണം. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, എനിക്ക് ബാധിച്ച വല്ല കാര്യവും ഉണ്ടെങ്കിൽ അതൊരിക്കലും ബാധിക്കാതെ ഒഴിഞ്ഞു പോകാനുള്ള കാര്യവുമായിരുന്നില്ല. നിനക്ക് ബാധിക്കണമെന്ന് റബ്ബ് കണക്കാക്കിയത്
എനിക്ക് ബാധിക്കുകയുള്ളൂ. എനിക്ക് ബാധിക്കേണ്ടതില്ല എന്ന് റബ്ബ് നിശ്ചയിച്ചൊരു കാര്യം അതൊട്ട് ബാധിക്കുകയുമില്ല. ആ നിലയ്ക്ക് നീ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. യാ ബുനയ്യ ഇന്നി സമഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എന്റെ പൊന്നുമോനെ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലമ, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ്, പേനയാണ്. പലരും വിചാരിക്കുന്ന പോലെ നബി പ്രകാശമല്ല ആദ്യത്തെ സൃഷ്ടി. നബി തങ്ങൾ അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് അൽ ഖലം, പേനയാണ്. എന്നിട്ട് അല്ലാഹു തആല പേനയോട് പറഞ്ഞു, നീ രേഖപ്പെടുത്തണം, ഉക്തുബ്, നീ എഴുതണം, രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ പേന രേഖപ്പെടുത്തി. ഫജറാ ബിതിൽക സ്സാഅതി ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ എന്തെല്ലാം സംഭവിക്കാനുണ്ടോ അത് മുഴുവനും ആ പേന രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് നബി തങ്ങൾ പറയുന്നത് മോനെ ഞാൻ കേട്ടിട്ടുണ്ട്. യാ ബുനയ്യ ഇന്നക ഇമ്മിത്ത വലസ്ത അലാ ദാലിക ദഖൽത അന്നാർ, എന്റെ പൊന്നുമോനെ, ഈ വിശ്വാസത്തിലല്ല നീ മരിക്കുന്നതെങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുമെന്ന് കൂടി ബാപ്പ അവസാന സമയത്ത് മകന് നൽകിയ വസിയ്യത്താണ്. പടച്ച റബ്ബിന്റെ ഖലാ ഖദർ, അതാണ് അടിസ്ഥാനം. നമുക്ക് ബാധിക്കുന്ന ഖൈറാവട്ടെ ശർറാവട്ടെ എന്താണെങ്കിലും റഹ്മാനായ റബ്ബിന്റെ ഖലാഉം അവന്റെ ഖദറും അവന്റെ ഹിക്മത്ത് പ്രകാരം മാത്രമാണ് അതെല്ലാം സംഭവിക്കുന്നത്. അത് ഏതു മേഖലയാണെങ്കിലും ശരി, നമ്മുടെ എന്ത് കാര്യവും ഏത് കാര്യവും എന്റെ ഞാൻ മാത്രം ഇങ്ങനെയായി, എന്റെ കുടുംബത്തിൽ ആരും അങ്ങനെയല്ല, എന്നെ മാത്രം റബ്ബ് ഇങ്ങനെയാക്കി, അതൊന്നും വിചാരിക്കേണ്ടതില്ല. അതൊക്കെ ഒരു തൃപ്തി, മൻ റളിയ ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞതിന്റെ വിശദാംശങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടുമെന്നാണ്. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നല്ല നബി ഞങ്ങൾ അവിടെ പറഞ്ഞത്. ഈമാന്റെ മാധുര്യം ലഭിക്കാൻ, ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ 3 കാര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞത്. ഒന്ന് നബി ഞങ്ങൾ പറഞ്ഞത് മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്നാണ്. വിശ്വസിക്കുക എന്നല്ല, വിശ്വസിച്ചുകൊണ്ട് മാത്രം ആ മാധുര്യം ഉണ്ടാകണമെന്നില്ല, തൃപ്തിപ്പെടുക. അപ്പൊ എന്റെ റബ്ബ് എങ്ങനെയാണോ പഠിച്ചത് അതിൽ എന്റെ റബ്ബിന് ചില ഉദ്ദേശമുണ്ട്, അതിൽ തൃപ്തിപ്പെടുന്നു. ഏത് നാട്ടിലായാലും ഏത് കോലത്തിലായാലും എങ്ങനെയായാലും ശരി, എന്റെ റബ്ബിന് കണക്കാക്കിയത് ഒരുപക്ഷെ എനിക്കത് ഷർറായി തോന്നുമെങ്കിലും എനിക്ക് എന്റെ റബ്ബ് നിശ്ചയിച്ചതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, റബ്ബ് തന്നതിൽ ഞാൻ സംതൃപ്തനാകുന്നു. അതാണ് ആ റിളയുടെ, തൃപ്തിയുടെ ഏറ്റവും വലിയ അതിന്റെ രീതിയായി പഠിപ്പിക്കപ്പെട്ടത്. ധാരാളം ഹദീസുകളിൽ വ്യത്യസ്തമായ ആയത്തുകളിൽ ഈ ആശയം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റസൂലുമെല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ഏതു കാര്യത്തിനും ലൈതഹു ലം യകുൻ ഔ ലിശൈഇൻ ലം യകുൻ ലൈതഹു കാന, സംഭവിച്ച ഒരു കാര്യത്തിന് അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യത്തിന് അത് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് പറയാതിരിക്കലാണ് എനിക്ക് മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് എന്നാണ്. മറ്റേതിനേക്കാളും എനിക്കിഷ്ടം അതാണ്. ഒരു കാര്യം നടക്കാതെ പോയാൽ നടന്നിരുന്നുവെങ്കിൽ, അതങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഞാൻ അന്ന് പഠിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ അവിടെ പോയിരുന്നുവെങ്കിൽ, അതൊക്കെ ഇതിന്റെ കുറവാണ് അറിയിക്കുന്നത്. നമുക്കത് പോകാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാകും. റബ്ബ് പോകാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പോയിട്ടുമില്ല. അന്ന് ഞാൻ പോയാൽ മതിയായിരുന്നു, എന്റെ കൂടെയുള്ളവരൊക്കെ അന്ന് പോയി, അവരൊക്കെ രക്ഷപ്പെട്ടു, ഞാനന്ന് പോയില്ല, നഷ്ടമായി പോയി. ഇല്ല, പടച്ച റബ്ബിന്റെ ഖലായിൽ തൃപ്തിയുള്ള ഒരുത്തനത് പറയുക ഇല്ല എന്നർത്ഥം. അതാണ് ഇബ്നു മസ്ഊദ് പറഞ്ഞത്, ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഏതു കാര്യത്തിനും അത് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയാതിരിക്കുക. സംഭവിക്കാത്ത ഏതു കാര്യത്തിനും അത് സംഭവിച്ചിരുന്നുവെങ്കിൽ, കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് പറയാതിരിക്കുക. അതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്ബഹ്തു വമാലി സുറൂറുൻ ഇല്ലാ ഫി മവാത്തിൻ ഖലാഇ വൽ ഖദർ, എനിക്ക് എന്റെ സന്തോഷം എന്നത് റബ്ബിന്റെ ഖലാ ഖദറിന്റെ കൂടെയാണ്. റബ്ബ് കണക്കാക്കിയോ അതെനിക്ക് സന്തോഷമാണ്, റബ്ബിലേക്ക് എന്ത് തന്നോ അതെനിക്ക് സന്തോഷമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജീവിതത്തിൽ പലപ്പോഴായി പീഡിപ്പിക്കപ്പെട്ട മഹാനായ മനുഷ്യൻ. 5 തവണയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ജീവിതത്തിൽ നല്ലൊരു ഭാഗം അദ്ദേഹം ജയിലിലാണ് കഴിഞ്ഞുകൂടിയത്. അവസാനം വഫാത്തായതും ജയിലിൽ വെച്ച് തന്നെയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ ഇബ്നു തൈമിയ്യ പറയുന്ന വാചകമുണ്ട്, മാദാ യസ്നഉ അഅദാഇ ബി, എന്റെ ശത്രുക്കൾക്ക് എന്നെ
എന്താണ് ചെയ്യാൻ കഴിയുക? എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? കാരണം എന്താ? അന ജന്നതി വബുസ്താനി ഫീ സദരി, എന്റെ സ്വർഗം, എന്റെ സമാധാനം അതെന്റെ മനസ്സിലാണ്. എന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും അതെന്റെ കൂടെയുണ്ട്. എനിക്ക് പുറത്തായാലും ജയിലിലായാലും എവിടെയാണെങ്കിലും എന്നെ സംബന്ധിച്ച് നഷ്ടമൊന്നുമില്ല. മാത്രവുമല്ല അനഹബ്സി ഖൽവ, എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്കത് ഏകാന്തവാസമാണ്. വഖത്ലി ഷഹാദ, എന്നെ അവർ കൊന്നുകളഞ്ഞാൽ എനിക്ക് രക്തസാക്ഷിത്വമാണ്. വഇഖ്റാജി മിൻ ബലദി സിയാഹ, എന്റെ നാട്ടിൽ നിന്ന് നാട് കടത്തിയാൽ എനിക്കത് ഒരു വിനോദയാത്രയാണ്. എന്നിരിക്കെ അവർക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതാണ് ആ ഖലായിലുള്ള സംതൃപ്തി, എന്റെ റബ്ബിന്റെ തീരുമാനം. അത് തൃപ്തിപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ച് പിന്നെ അതിൽ ടെൻഷനില്ല. എന്റെ റബ്ബ് അങ്ങനെയായി, എന്റെ ഇങ്ങനെ തീരുമാനിച്ചു, അതില്ല. മറ്റുള്ളവരെ നോക്കി, മറ്റുള്ള ആളുകളുടെ സൗകര്യങ്ങൾ നോക്കി, അവന്റെ സൗന്ദര്യം നോക്കി, അവന് കിട്ടിയ നിഅമത്തുകൾ നോക്കി അവനക്ക് എത്ര സുഖമാണ്, ഞാൻ എന്റെ എന്നും ഇങ്ങനെ, എനിക്കെന്റെ എന്നും കട്ടപ്പാട്, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ജീവിതത്തിലെ ഏതെങ്കിലും ചെറിയ ഘടകങ്ങളെ എടുത്തുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ആ പ്രയാസങ്ങളെ പറയാറുള്ളത്. സൗന്ദര്യം നോക്കി, അങ്ങനെ പലതിന്റെയും പേരിലാണ് പലപ്പോഴും ആളുകൾ ഇന്ന് ടെൻഷൻ അടിക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരുടെ സുഖം, അവരുടെ സൗകര്യം, അതുമായി നമ്മുടെ അസൗകര്യങ്ങളെ താരതമ്യം ചെയ്യാനാണ് ആളുകൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അത് ശരിയല്ല എന്നർത്ഥം. മുൻഗാമികളെ പണ്ഡിതന്മാർ ഈ ആശയം ധാരാളമായി പഠിപ്പിച്ചു. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട്, മതാ യബ്ലുഗുൽ ഇൻസാനു മഖാമ റിള, പടച്ച റബ്ബിന്റെ ഖദറിൽ തൃപ്തിപ്പെട്ടവൻ എന്ന നിലവാരത്തിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ എത്താൻ കഴിയുക? അത് തൃപ്തിപ്പെട്ടവനാണ്, ഖദറിൽ സംതൃപ്തനാണ് എന്ന ഒരവസ്ഥയ്ക്ക് എപ്പോൾ എത്താൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി 4 കാര്യം ഉണ്ടാകണമെന്നാണ്. 4 കാര്യം ഉണ്ടാകണം പടച്ച റബ്ബുമായുള്ള അവന്റെ ഇടപാടുകളിൽ. ഒന്ന്, പടച്ച റബ്ബിനോട് അവൻ പറയണം, ഇൻ അഅ്തൈതനി ഖബിൽതു, റബ്ബേ നീ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കുന്നു, എന്ത് നൽകിയാലും സ്വീകരിക്കുന്നു റബ്ബേ. റബ്ബ് നൽകുന്നതെല്ലാം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അതിൽ പിന്നെ കുറ്റപ്പെടുത്തലില്ല, അതിൽ സമാധാനക്കേടില്ല, അതിൽ പൊറുതികേട് പറച്ചിലില്ല. എവിടെയും ആ റബ്ബ് നൽകി എന്തും സ്വീകരിക്കാനുള്ള മനസ്സ്. അതിൽ യാക്കൂബ് ഇസ്ലാമിന്റെ മകൻ നഷ്ടപ്പെടുമ്പോഴും പറഞ്ഞ വാക്ക് ഫസ്ബറുൻ ജമീൽ, ജമീലായ ക്ഷമ. പലപ്പോഴും ഖുതുബയിൽ നാം സൂചിപ്പിച്ച കാര്യമാണ്. സബർ 4 ഘട്ടമാണ്. അത് ഏറ്റവും ഉന്നതമായ ക്ഷമക്കാണ് സബറുൻ ജമീൽ എന്ന് പറയുക. അതിന് നൽകപ്പെട്ട തഫ്സീർ കാണാം, അല്ലദീ ലാ ശക്വ മഅഹു, പരാതി പോലും പറയാത്ത ക്ഷമ, അതാണ് സബറുൻ ജമീൽ. പരാതി പോലുമില്ല, പൊറുതികേട് പോലുമില്ല, ഒരാളോട് ഒരു ഇടങ്ങാറ് പറയാ, ഇന്നത്തെ ബുദ്ധിമുട്ട് വന്നു, വലിയ ടെൻഷനായി, വലിയ പ്രയാസമായി പോയി, ഏതായാലും ക്ഷമിക്കാം, അത് ക്ഷമയാണ്. പക്ഷേ സബറുൻ ജമീലല്ല. ഏറ്റവും പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടുവെന്ന് അറിയുമ്പോഴും ആ വാപ്പയായ പ്രവാചകനായ യാക്കൂബ് ഇസ്ലാമിന്റെ പ്രതികരണമാണ് ഫസ്ബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ജമീലായ ക്ഷമയാണ് ഞാൻ കൈക്കൊള്ളുന്നത്. ഒരു ആപരാതി പോലും, ഒരു പരാതി പോലും, ഒരു പൊറുതികേട് പോലും ആരോടും പറയുന്നില്ല. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. പറയാനുള്ള കാര്യങ്ങൾ പടച്ച റബ്ബിനോട് പറയുക, അവനോട് സഹായം അർത്ഥിക്കുക, അവനെ അവലംബിക്കുക, അവനെ തവക്കുലാക്കുക. മറ്റൊരു പടപ്പിനോടും ഒരു പരാതി പോലും പറയാത്ത പറച്ചിൽ, അതാണ് സബറുൻ ജമീൽ എന്ന് പറഞ്ഞത്. റബ്ബിനോട് പ്രഖ്യാപിക്കാൻ കഴിയണം, പടച്ചോനെ ഇൻ അഅ്തൈതനി ഖബിൽതു, നീ നൽകിയാൽ ഞാൻ സ്വീകരിക്കാം റബ്ബേ എന്ന് പടച്ച റബ്ബിന് മുമ്പിൽ പ്രഖ്യാപിക്കുക. വഇൻ മനഅ്തനി റളീതു, രണ്ടാമത് റബ്ബേ നീ നൽകാതെ പിടിച്ചു വെച്ചാൽ എനിക്കതിനും സംതൃപ്തിയാണ് റബ്ബേ. റബ്ബ് തന്നില്ല, നമ്മൾ ചോദിച്ചു കിട്ടിയില്ല, വിചാരിച്ചു ആഗ്രഹിച്ചു നടന്നില്ല, റളീതു സംതൃപ്തിയാണ്, അതിലെനിക്ക് പരാതിയില്ല. എന്റെ റബ്ബ് തന്നിട്ടില്ല, ആയിക്കോട്ടെ അൽഹംദുലില്ലാ, എനിക്കതായിരിക്കും ഖൈർ, അതായിരിക്കും ഖൈർ. കൂടെയുള്ളവരെല്ലാം വലിയ വലിയ സമ്പാദ്യമുണ്ടാക്കി, നമുക്കത് ഉണ്ടായില്ല, ആയിക്കോട്ടെ എനിക്ക് റബ്ബ് തന്നിട്ടില്ല, എനിക്കതാണ് ഖൈറായി റബ്ബിനറിയുക. നമുക്കത് ഷർറാണെങ്കിലും റബ്ബ് കണക്കാക്കിയത് ഷർറല്ല. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത് വശർറു ലൈസ ഇലൈക, പടച്ചോനെ ഷർറ് നിന്നിലേക്ക് ചേർക്കപ്പെടുകയില്ല. പടച്ചോൻ ഷർറ് തന്നു എന്ന് പറയാൻ പറ്റില്ല. ഷർറ് ഉണ്ടായാലും റബ്ബിന്റെ ഖലാ പ്രകാരം തന്നെയാണ്. പക്ഷെ അത് റബ്ബ് ഷർറല്ല തന്നത്. ഷർറ് നമുക്ക് ആപേക്ഷികമാണ്, ഷർറ് ആപേക്ഷികമാണ്. റബ്ബ് നിശ്ചയിച്ച എല്ലാം ഖൈറാണ്, റബ്ബ് കണക്കാക്കിയതെല്ലാം ഖൈറാണ്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാം അവൻ ഏറ്റവും നല്ല രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്, റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റവ്യത്യാസം പോലും കാണാൻ കഴിയില്ല എന്നൊക്കെ പഠിപ്പിച്ചത് ഈ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അർത്ഥത്തിൽ തന്നെയാണ്.
അപ്പൊ റബ്ബ് കണക്കാക്കിയതെല്ലാം ഖൈറാണ്. നമുക്കൊരു പക്ഷെ ആപേക്ഷികമായി അത് ഷർറായി മാറും, നമുക്ക് പ്രയാസമായി മാറും. പക്ഷെ എല്ലാം ഖൈറാണ്. അതുകൊണ്ട് ആ ഖൈറായാലും ഷർറായാലും റബ്ബിന്റെ ഖലാ പ്രകാരം. അല്ല അള്ളാഹ് ഷർറ് വിധിച്ചു പറയാൻ പാടില്ല. അള്ളാഹ് ഖൈറേ വിധിക്കുന്നുള്ളൂ, അള്ളാഹു ഖൈറേ കണക്കാക്കുന്നുള്ളൂ. തന്റെ അടിമകൾക്ക് എന്താണോ ഖൈറ് അതാ റബ്ബ് നൽകുന്നത്. അള്ളാഹു തആല സൃഷ്ടിച്ച എല്ലാത്തിനും ആ ഖൈറ് കണ്ടുകൊണ്ടാണ് അള്ളാഹു തആല സൃഷ്ടിക്കുന്നത്. അത് ആപേക്ഷികമായി പക്ഷെ നമുക്ക് താൽക്കാലികമായ ചില നഷ്ടങ്ങൾ, ചില പ്രയാസങ്ങൾ ഉണ്ടാകാമെന്നല്ലാതെ നമ്മെ പ്രയാസപ്പെടുത്താൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം നമുക്ക് വേണ്ടിയാണ്, എല്ലാ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭൂമിയെ മുഴുവൻ സൃഷ്ടികൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചത് തന്നെ. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നാണ്. എല്ലാം നമുക്ക് ദോഷകരമായി ബാധിക്കുന്ന അപകടകാരിയായ എന്തെല്ലാം ഭൂമിയിലുണ്ടോ അതുപോലും നമുക്ക് വേണ്ടിയാണ്. എല്ലാ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാണ്. അതിൽ ചില ഖൈറുകൾ റബ്ബ് കണക്കാക്കി, ആ ഖൈറിന് വേണ്ടി റബ്ബ് നിശ്ചയിച്ചു. ആപേക്ഷികമായി നമുക്ക് പക്ഷെ ഷർറായി മാറുന്നു. നമ്മുടെ ശ്രമത്തിന്റെ കാരണമായി, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി, നമ്മുടെ ഇടപെടലിന്റെ കാരണമായി ഒക്കെ ചിലപ്പോൾ ഷർറായി മാറുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഖലാ ഖദർ വിശ്വസിക്കാൻ പറയുമ്പോൾ വൽ ഖദരി ഖൈരിഹി വശരിഹി എന്ന് പറഞ്ഞത്. ഖൈറും ഷർറുമായ ഖദറിൽ വിശ്വസിക്കണം. അല്ലാ ഖൈരിഹി വശരിഹി മിനല്ലാഹ് എന്നല്ല, അതില്ല, ഞാൻ ഹദീസിൽ പഠിപ്പിച്ചിട്ടില്ല. ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാണ് എന്നല്ല, റബ്ബിൽ നിന്നെല്ലാം ഖൈറാണ്. പക്ഷെ നമുക്ക് ഷർറാകും, ആ ഷർറും റബ്ബിന്റെ ഖദറിന്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായത് എന്ന വിശ്വാസമാണ് ഖലാ ഖദറിന്റെ അടിസ്ഥാനം. അപ്പൊ റബ്ബേ നീ നൽകിയതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. വൈൻ മനഅതനി റളീതു, നീ തടഞ്ഞു വെച്ചാൽ ഞാൻ ഇത് തൃപ്തിയടയുന്നു. വൈൻ തറക്തനി അബത്തു, നീ എന്നെ വിട്ടേച്ച് കളഞ്ഞാലും ഞാൻ എന്നെ ആരാധിക്കുന്ന റബ്ബേ എനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട്, എന്നോട് ദുആ ചെയ്ത്, എനിക്ക് സുജൂദിൽ കിടന്ന് നിന്നെ ആരാധിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞുകൂടുക. വൈൻ ദഅഉതനി അജബ്തു, നീ എന്നോട് ആവശ്യപ്പെട്ടാൽ അത് ഏറ്റെടുക്കാൻ, അത് സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനുമാണ് റബ്ബേ. റബ്ബ് എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാണ്. അവന് റസൂൽ എന്ത് പഠിപ്പിച്ചാലും സ്വീകരിക്കാൻ തയ്യാറാണ്. റബ്ബ് എന്ത് ഒഴിവാക്കാൻ പറഞ്ഞാലും ഒഴിവാക്കാൻ തയ്യാറാണ്. റബ്ബ് എന്ത് പ്രവർത്തിക്കാൻ പറഞ്ഞാലും അത് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഈ 4 കാര്യം പൂർത്തിയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ മഖാമുർ റിള, അവന്റെ ഖലാ ഖദറിൽ തൃപ്തിപ്പെട്ടവനെന്ന നിലവാരത്തേക്ക് എത്തുക എന്നാണ് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശം. സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനെ നമുക്ക് ബന്ധിപ്പിക്കണം. അപ്പോഴാണ് എപ്പോഴും ഒരു സമാധാനവും ഒരു സംതൃപ്തിയും ഒക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ എന്നും ടെൻഷനും എന്നും പ്രയാസവും, എന്തൊക്കെ കിട്ടിയാലും അതൊന്നും മതിയാവാതെ വീണ്ടും വീണ്ടും ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ച് ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക്, ചെറിയ ചെറിയ ടെൻഷൻ വരുമ്പോഴേക്ക്, എവിടെയെങ്കിലും ഒരു ഭീതി വരുമ്പോഴേക്ക് അവിടെയെല്ലാം മനുഷ്യൻ അസ്വസ്ഥനായി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഖലാ ഖദറിൽ മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട് അത് വിശ്വസിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നാമതായി തുമഅ്നീനത്താണ്, സമാധാനമാണ്. അവിടെ സമാധാനമാണ്. ശരിയായ ഖലാ ഖദർ വിശ്വാസമുള്ള മനുഷ്യന് സമാധാനം കിട്ടും, സആദത്ത് സൗഭാഗ്യം കിട്ടും. പടച്ച റബ്ബിനെ തവക്കുലാണ് വർദ്ധിപ്പിക്കാൻ കഴിയും, ഈമാൻ വർദ്ധിക്കും. പരലോകത്താവട്ടെ അതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ആ നിലക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, അവന്റെ തീരുമാനങ്ങൾ കണക്കാക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായ ആയത്തുകൾ അല്ലാഹു പരിചയപ്പെടുത്തി. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു, എല്ലാ കാര്യങ്ങളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു ബിഖദർ, കൃത്യമായ ഖദർ പ്രകാരമാണ്. അല്ലാഹു തആല എന്തു സൃഷ്ടിച്ചാലും അവന്റെ ഒരു ഖദർ അതിലുണ്ട്. അവന്റെ കൃത്യമായ തീരുമാനവും കൃത്യമായ മുൻനിശ്ചയവും കൃത്യമായ പ്ലാനിങ്ങും ഇല്ലാതെ പടച്ച റബ്ബ് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. എന്തേ നമ്മൾക്ക് ഈ നാട്ടിലായത്? പഠിച്ചോണ്ട് തീരുമാനം അതാണ്. ഈ നാട്ടിൽ വേണ്ടില്ലായിരുന്നു, മറ്റേ നാട്ടിലത്തെ സുഖമായിരുന്നു, ഇല്ല, അത് പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ തീരുമാനം ശരിയായില്ല എന്നാണ് അതിന്റെ മറുവശം. എന്തേ ഞാൻ ഇങ്ങനെ ആയത്? അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. എന്തെനിക്ക് ഈ അവസ്ഥ വന്നത്? റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. അതിലൊക്കെ തൃപ്തിപ്പെടുക, റബ്ബ് എന്ത് തന്നാലും തൃപ്തിപ്പെടുക. ഏതു കാര്യത്തിലും അത് ബാധകമാണ്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, സൂറ അഹ്സാബിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അവന്റെ കാര്യങ്ങളെല്ലാം ഖദറൻ മഖ്ദൂറ, ഖദർ നിശ്ചയിക്കപ്പെട്ടതാണ്, കണക്കാക്കപ്പെട്ട, കണക്ക് പ്രകാരം തീരുമാനപ്രകാരം നടപ്പാക്കുന്ന കാര്യമാണ് എന്നാണ്. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ, വഖലഖ കുല്ല ശൈഇൻ, എല്ലാത്തിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഫഖദ്ദറഹു തഖ്ദീറ, അതെല്ലാം ഖദർ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്ത് ഫുർഖാനിലെ വചനമാണ്. അല്ലാഹ് പടക്കാത്ത ഒന്നുമില്ലല്ലോ ലോകത്ത്. നമ്മൾ അല്ലാഹുവിന്റെ പടപ്പുകളാണ്.
നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹിന്റെ പടപ്പുകളാണ്. എന്റെ ഈ സംസാരം പോലും പടച്ച റബ്ബാണ് സൃഷ്ടിക്കുന്നത്. അല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ നടത്തം, ഇരുത്തം എല്ലാം പടച്ച റബ്ബാണ് സൃഷ്ടിക്കുന്നത്. അല്ലാഹു നമ്മളെ മാത്രമല്ല സൃഷ്ടിച്ചത്, നമ്മുടെ പ്രവൃത്തികളെയും അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് എല്ലാം റബ്ബിന്റെ സൃഷ്ടിയാണ്. അത് വഖലഖ കുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളെയും എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഫഖദ്ദറഹു തഖദീറ, സൃഷ്ടിക്കുക മാത്രമല്ല അതെല്ലാം കൃത്യമായ ഖദർ, കൃത്യമായ തോത്, ഒരു അളവ്, ഒരു കണക്ക്, ഒരു വിധി അല്ലാഹു തആല വിധിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത്, അലം തഅലം, നിനക്കറിയില്ലേ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, അല്ലാഹു തആല ആകാശങ്ങളെ മുഴുവനും റബ്ബ് അറിയുന്നു, ഭൂമിയിലുള്ള മുഴുവനും അല്ലാഹു അറിയുന്നു. ഇന്നദാലിക ഫീ കിതാബ്, അറിയുന്നു എന്ന് മാത്രമല്ല അതെല്ലാം ഒരു രേഖയിലുണ്ട് താനും. ആകാശ ലോകങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ, എന്തെല്ലാം പ്രവർത്തിക്കുന്നുവോ, ആരെല്ലാം ജീവിക്കുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവോ എല്ലാം അല്ലാഹു തആല അറിയുന്നു. ഭൂമിയുടെ ഏതു ഭാഗത്തും എന്നും എവിടെയും എന്തൊക്കെ നടന്നാലും ശരി അല്ലാഹു തആല അറിയുന്നു എന്ന് മാത്രമല്ല ഇന്നദാലിക ഫീ കിതാബ്, അതെല്ലാം ഒരു രേഖയിൽ ഉണ്ട് താനും. അല്ലാഹു വിശദമായി പറഞ്ഞു, വമാ തസ്ഖുതു മിൻ വറഖ, ഒരു ഇല താഴോട്ട് വീഴുന്നുവെങ്കിൽ അതുപോലും പടച്ച റബ്ബിന്റെ രേഖയില്ലാതെ പോകുന്നില്ല. ലക്ഷക്കണക്കായ ഇലകൾ, കോടിക്കണക്കായ ഇലകൾ ഓരോ നിമിഷത്തിലും മരത്തിന് താഴോട്ട് വീഴുന്നുവെങ്കിൽ അതുപോലും പടച്ച റബ്ബിന്റെ രേഖയിൽ രേഖപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇന്നദാലിക അലല്ലാഹി യസീർ, അതെല്ലാം അല്ലാഹു തആലക്ക് എളുപ്പമാണ്. പടച്ച റബ്ബിനതെല്ലാം എളുപ്പമാണ്. കാരണം അവനാണ് അതെല്ലാം സൃഷ്ടിച്ചവൻ, അവന്റെ പടപ്പാണ് മുഴുവനും, അവന്റെ സൃഷ്ടിയാണ് മുഴുവനും. ആ എല്ലാത്തിനെയും പ്രവൃത്തികൾ അവന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അവനത് പ്രയാസമില്ല. ആ നിലക്ക് മനസ്സിലായി പടച്ച റബ്ബിൽ തൃപ്തി അടയുക. റളിതു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞത് ഒരു അള്ളണ്ട് തൃപ്തിപ്പെടൽ മാത്രമല്ല, ഒരു അള്ളണ്ട് അംഗീകരിച്ചു കൊടുക്കൽ മാത്രമല്ല. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹു തആല സത്യമാണ്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പടച്ച റബ്ബ് സത്യമാണ്. പക്ഷെ ആ റബ്ബിനെ റബ്ബായി തൃപ്തിപ്പെടുക, ഈമാന്റെ മാധുര്യം, ടേസ്റ്റ്, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനുള്ള 3 കാര്യങ്ങൾ ഒന്ന് നബി ഞങ്ങളെ പഠിപ്പിച്ചതാണ് എങ്കിൽ ആ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിച്ച പോലെ ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ 3 കാര്യമാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതിൽ ഒന്നാണ് മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. അതിന്റെ വിശദാംശമാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. രണ്ടാമത് പറഞ്ഞത് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക എന്നാണ്. ദീനായി അംഗീകരിക്കുക എന്ന് മാത്രമല്ല. മുസ്ലിം ആകുന്ന പക്ഷെ പല കാലങ്ങളായി മുസ്ലിം ആകും, പല താല്പര്യങ്ങളിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. പേടിച്ചും അല്ലെങ്കിൽ മറ്റു ചില പ്രലോഭനങ്ങൾക്കെല്ലാം വഴങ്ങിയും ഒക്കെ ആളുകൾ മതം മാറാറുണ്ട്. എന്നാൽ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ മതത്തിലുള്ള മുഴുവൻ അധ്യാപനങ്ങളും പടച്ച റബ്ബിന്റെ തീരുമാനം മാത്രമാണ്. ഇസ്ലാമിൽ ഒറ്റ നിയമവും പൂർണ്ണതയില്ലാത്ത നിയമങ്ങളില്ല. അതിനേക്കാൾ നല്ല നിയമം മറ്റൊരാൾക്ക് വെക്കാൻ കഴിയില്ല. അതിന് കിടപിടിക്കുന്ന നിയമം പോലും വെക്കാൻ കഴിയില്ല. അങ്ങനെ ലോകത്താർക്കും കഴിയുമെന്ന് വിശ്വസിക്കൽ പോലും കുഫറാണ് എന്നാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളെക്കാളും നല്ല നിയമങ്ങൾ ലോകത്തെ പലയിടത്തും ഉണ്ട്
ഇത് തോന്നുന്നുവെങ്കിൽ അത് കുഫറിന്റെ അടയാളമാണ്. ഇസ്ലാം ഒന്നല്ല വേണ്ടത്. അതൊക്കെ അതിനേക്കാൾ നല്ല എത്രയോ നല്ല നല്ല ഭരണഘടനകൾ, അതേക്കാൾ നല്ല നല്ല നിയമങ്ങൾ ലോകത്തെവിടെല്ലാം ഉണ്ട്. ഇല്ല, എവിടെയുമില്ല. ഇസ്ലാമിനേക്കാൾ മറികടക്കുന്നതോ ഇസ്ലാമിനോട് കിടപിടിക്കുന്നതായ ഒന്നുമില്ല. ആ നിലയ്ക്ക് മതത്തിനെ ഉൾക്കൊള്ളാൻ കഴിയണം. അതിനുള്ള മുഴുവൻ അധ്യാപനങ്ങളും എല്ലാ വിധിവിലക്കുകളും വിശ്വാസകാര്യങ്ങളും എല്ലാം റഹ്മാനായ റബ്ബിന്റെ തീരുമാനമാണ്, അവൻ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് ആ രംഗത്ത് അതിനേക്കാൾ നല്ലൊരു മാതൃക, അതിനേക്കാൾ നല്ലൊരു നിയമം വെക്കാനില്ല. ചില വിഷയങ്ങൾ ഇസ്ലാമിൽ അതേതായാലും ശരിയായില്ല, അത് വേണ്ട പോലെ ആയില്ല, എന്തേ ഇപ്പം മതത്തിൽ അങ്ങനെ ഉണ്ടായി, എന്തേ ഇപ്പം നമ്മുടെ ദീൻ അങ്ങനെ പറഞ്ഞു, ചിന്തിക്കാൻ പോലും പാടില്ല. അത് കുഫറിന്റെ ഭാഗമാണ്, പടച്ച റബ്ബിനെ പറ്റിയുള്ള തെറ്റായ വിചാരമാണ്. അവൻ ഇസ്ലാം മതമായി തൃപ്തിപ്പെട്ടിട്ടില്ല എന്നർത്ഥം. പേരിന് മുസ്ലിമായി കൂടെ നടക്കുന്നുണ്ടാവും, പള്ളിയിൽ വരും, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വയ്ക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംതൃപ്തിയില്ല. ഇതൊന്നും ശരിയായി പോയി, ഏതായാലും ഇപ്പൊ മുസ്ലിമായി കുടുങ്ങിപ്പോയി, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന മട്ടിലാവും പലപ്പോഴും അവന്റെ പല കാര്യങ്ങളും ഉണ്ടാവുക. ബാഹ്യമായി ആളുകൾക്കിടയിൽ മുസ്ലിമായി ജീവിക്കുന്നു, മതം വിട്ട് പോകാനും അവന് ധൈര്യം വരുന്നില്ല. അങ്ങനെ പിന്നെ ഏതായാലും നിവൃത്തില്ല, ഇനിങ്ങാണ്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന അങ്ങനെ പോകേണ്ടതല്ല ഈ ദീൻ. ഒരു മാധുര്യമുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഈമാനിന് വല്ലാത്ത ആനന്ദമുണ്ട്. ആ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും ശരിയായ മതമെന്നും ഇതാണ് ഏറ്റവും മുന്തിയ നിയമമെന്നും ഇത് ലോകരക്ഷിതാവായ പടച്ച റബ്ബിന്റെ നിയമങ്ങളാണ് എന്നുമുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ആ ഒരു മാധുര്യം അനുഭവപ്പെടുക. മൂന്നാമത്തെ കാര്യം, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല, മുഹമ്മദ് നബിയെ റസൂലായി തൃപ്തിപ്പെടുക. അവിടെ ഈ മുഹമ്മദ് നബിയെ റസൂലായി അംഗീകരിക്കുക എന്നല്ല, നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും മുഹമ്മദ് നബി നബി തന്നെയാണ്. ലോകത്ത് ഒരാളും വിശ്വസിച്ചില്ല എന്ന് കരുതി നബി നബി അല്ലാതാവുന്നില്ല. യാസീൻ വൽ ഖുർആനിൽ കരീം എന്ന് അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവൻ തന്നെയാണ്. മക്കത്തെ മഹാഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളായി നിൽക്കുന്ന കാലത്താണ് യാസീൻ സൂറത്ത് ഇറങ്ങുന്നത്. ശക്തമായി നബിയെ പീഡിപ്പിക്കുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നറിഞ്ഞാൽ അയാൾക്ക് ധാരാളം മർദ്ദനം ഏറ്റുവാങ്ങുന്ന എണ്ണപ്പെട്ട ആളുകൾ മാത്രം മുസ്ലിമീങ്ങളായ കാലത്താണ് അല്ലാഹു ആയത്തിറക്കിയത്, ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് നബിയെ. ഒരു അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞാലും നബി നബി അല്ലാതാകുന്നില്ല. ഒരു നബി അല്ലാഹു അയച്ചിട്ട് ഒരു മനുഷ്യനും വിശ്വസിച്ചില്ലെങ്കിലും ആ നബി നബി തന്നെയാണ്, സംശയം ഏതുമില്ല. അപ്പൊ നമ്മൾ അംഗീകാരം ആവശ്യമില്ല നബി നബിയാവാൻ. പക്ഷെ നബിതങ്ങൾ അല്ലാഹു അയച്ച റസൂലാണ് എന്ന് തൃപ്തിപ്പെടുക. അപ്പൊ ആ നബിതങ്ങൾ എന്ത് കൊണ്ടുവന്നാലും സംതൃപ്തിയോടെ സ്വീകരിക്കുക. ആ നബിതങ്ങൾ എന്തു പറഞ്ഞാലും സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക. ആ നബിതങ്ങൾ എന്ത് ഒഴിവാക്കാൻ പറഞ്ഞാലും സന്തോഷത്തോടെ അത് ഒഴിവാക്കാൻ തയ്യാറാവുക. അതാണ് തൃപ്തി. നമ്മളൊരാൾ തൃപ്തിപ്പെട്ട അങ്ങനെയല്ലേ. ഒരാൾക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അയാൾക്ക് എന്താണോ ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടമായി മാറും. അയാൾക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അത് നമുക്കും ഇഷ്ടമില്ലതായി മാറും. അയാൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് അയാളെ പറ്റി പറയില്ല, അയാൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അയാളെ പറ്റി പറയില്ല. അയാൾക്ക് ഇഷ്ടവും സന്തോഷമുള്ളത് മാത്രമാണ് നമ്മുടെ ഇഷ്ടമായി മാറുക. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വന്തത്തേക്കാൾ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ഞാൻ പ്രിയപ്പെട്ടവനായി മാറുമ്പോഴേ ഈമാൻ പൂർത്തിയാവുകയുള്ളൂവെന്ന്. അല്ലെങ്കിൽ ഈമാൻ പൂർത്തിയാവില്ല. ആ നബിയെ നബിയായി തൃപ്തിപ്പെടുക. സ്വഹാബത്ത് നബിയോട് പറഞ്ഞുവല്ലോ, നബിയെ താങ്കൾ ഞങ്ങളോട് ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാലും ഞങ്ങൾ കൂടെ ഇറങ്ങാൻ തയ്യാറാണ് നബിയെ. മൂസാ നബിയോട് ആളുകൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയുക ഇല്ല എന്ന് സ്വഹാബത്ത് പറയുന്ന സന്ദർഭമുണ്ട്. സമുദ്രത്തിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നബി ഞങ്ങൾക്ക് തോന്നി പ്രയാസമുള്ള സമയമാണ്, പട്ടിണിയാണ്, ചൂടുള്ള സമയമാണ്, സ്വഹാബത്ത് എത്ര കണ്ട് തയ്യാറാകുമെന്ന് ഒരു ആശങ്കയുണ്ടായപ്പോഴാണ് നബി ഞങ്ങൾ ചോദിച്ചത്. സ്വഹാബത്ത് പറഞ്ഞ നബിയെ ആശങ്ക വേണ്ട. മൂസാ നബിയോട് പണ്ട് ആളുകൾ പറഞ്ഞ വാക്കുണ്ട്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസാ നബി ഇസ്ലാം യുദ്ധത്തിന് ആഹ്വാനം ചെയ്തപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു മൂസാ ഇസ്ലാമോട്, അല്ല കൂടെ അല്ലണ്ട് ഉറപ്പല്ലേ? ഉറപ്പാണ്. എങ്കിൽ നീയും അല്ലാഹും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ കാത്തിരിക്കാം എന്ന് പറഞ്ഞ ധിക്കാരം ചെയ്തവരാണ് മൂസാ നബിയുടെ അനുയായികൾ. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ അവര് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല, ഞങ്ങൾ പറയാ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങളുമുണ്ട് കൂടെ എന്ന് ഞങ്ങൾ പറയുകയുള്ളൂ. നിങ്ങൾ ഞങ്ങളോട് ഈ കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാലും ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച സ്വഹാബത്ത്. അതാണ് ആ റിള. മുഹമ്മദ് നബി നബിയാണ് എന്ന് 100% ബോധ്യമാകുകയും അത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ
നബി തങ്ങൾ പറഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ സംശയമല്ല. അല്ലെങ്കിൽ എന്തേ നബി അങ്ങനെ പറഞ്ഞത്, എന്തേ ഹദീസ് അങ്ങനെ ഉണ്ടായത്, അത് ശരിയായില്ലല്ലോ, ആ ഹദീസ് ഏതായാലും എന്തോ പ്രശ്നമുണ്ട്, അതൊന്നുമല്ല. അതൊക്കെ ഈ സംതൃപ്തിയിൽ വരുന്ന കുറവില്ലെന്നാണ് ആ ചിന്തയെല്ലാം ഉണ്ടാവുക. നബി തങ്ങൾ പറഞ്ഞു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ചോദ്യമില്ല. സമിഅന വഅതഅന, കേട്ടു അനുസരിച്ചു, അതാണ് വിശ്വാസം. ഈ 3 കാര്യം ഒരാൾ പൂർത്തിയായാൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിക്കാൻ ആസ്വദിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലക്ഷ്യമാണ് സഹോദരന്മാരെ നമുക്കുണ്ടാവേണ്ടത്. മനസ്സറിഞ്ഞ് മതത്തെ ഉൾക്കൊള്ളുക. എല്ലാവരും മതത്തെ തള്ളിക്കളയുമ്പോൾ, എല്ലാവരും ഇതിനെ പുച്ഛിക്കുമ്പോൾ, എല്ലാവരും ചവിട്ടി മതിക്കുമ്പോൾ, ഹദീസുകളെ, വിശുദ്ധ ഖുർആനിനെ, ഇസ്ലാമിക അധ്യാപനങ്ങളെ എല്ലാവരും ചവിട്ടി മതിച്ചില്ലാതാക്കാനും ഇസ്ലാമൊന്നും ഇക്കാലത്തേക്ക് പറ്റിയതല്ല എന്ന മട്ടിൽ ഇതൊക്കെ പഴഞ്ചനാണ്, 6-ാം നൂറ്റാണ്ടാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അല്ല, ഇത് ഇസ്സത്തോടുകൂടി, പ്രതാപത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല മതമാത്മാർത്ഥമായി ഉൾക്കൊള്ളുന്ന മുവഹിദുകളായ വിശ്വാസികൾ, മുത്തഖീകൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.